ഓടിക്കൂടാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ചുമെല്ലാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ ന്യായമായ ആവശ്യമാണ്. എന്താണ് SFI കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇന്ത്യയിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ വാങ്ചുക് എന്ന് പറയുന്ന വന്ധ്യവയോധികനായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ നിരാഹാരം കിടന്നുകൊണ്ട് ഡൽഹിയുടെ ജന്തർ മന്ദറിന്റെ മണ്ണിൽ എന്താണ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങളെ തടയാൻ നിൽക്കുന്ന പോലീസുകാർക്ക് വല്ല ധാരണയുമുണ്ടോ? എന്താണ് ഞങ്ങളുടെ മുദ്രാവാക്യത്തിന്റെ ആവശ്യകത? എന്താണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം? എന്താണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഡിമാൻഡ്? ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ 22 ലക്ഷം വരുന്ന പാവപ്പെട്ട സാധാരണക്കാരായ അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നമായ മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റ് എഴുതി അവൻ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ 22 ലക്ഷം വിദ്യാർത്ഥികളുടെ മനസ്സാണ് ഇവിടെ SFI ഉയർത്തിപ്പിടിക്കുന്നത്. CBSE പരീക്ഷയിലൂടെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ 17 ലക്ഷം വരുന്ന മനുഷ്യർ ഈ രാജ്യത്ത് വാക്യത്തെ അടിച്ചമർത്താൻ ഇവിടെ കൂടിയിരിക്കുന്ന പോലീസ് സേവന്മാരിൽ ചിലർ ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ന്യായമായ ആവശ്യമാണ്. ന്യായമായ അനീഷ ബാക്കോളോ മാറ് മാറ് ബാക്കോ Yeah.
അവരോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാരം കാർന്നുതിന്നുമ്പോൾ, സംഘപരിവാരം വർഗീയവൽക്കരിക്കുമ്പോൾ നിശബ്ദരായി പ്രതികരിക്കാതെ വീട്ടിലിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം ഞങ്ങളുടെ പേര് എന്നോട് ഞങ്ങൾ പ്രതികരിക്കും. ഈ വിഷയത്തിലും തുടർച്ചയായ സമരങ്ങൾ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, NTF പിരിച്ചുവിടണം. ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് SFI ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി, കഴിഞ്ഞ മാസങ്ങളിലായി കേരളത്തിന്റെ ക്യാമ്പസുകളിലും സർവകലാശാലകളിലും ഈ മുദ്രാവാക്യം ഉയർത്തി സമരം ചെയ്ത സംഘടനയാണ് SFI. ആ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും.